അമേരിക്കൻ ടെലി ഇവാഞ്ചലിസത്തിൻ്റെ ചരിത്രത്തിൽ മായാത്ത ഒരു അധ്യായം എഴുതി ചേർത്ത അപൂർവമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത്. തൻ്റെ പ്രസംഗങ്ങളും സംഗീതവും കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ഒരു മനുഷ്യൻ. ലൂസിയാനയിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ആരംഭിച്ച് ആഗോള ടെലിവിഷൻ മിനിസ്ട്രിയുടെ നെറുകയിലെത്തിച്ചേർന്ന ജിമ്മി സ്വാഗട്ട് എന്ന സുപ്രസിദ്ധനായ സുവിശേഷകൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വിജയങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നില്ല. കൊടുങ്കാറ്റുകളും പ്രതിസന്ധികളും വിവാദങ്ങളും അദ്ദേഹത്തെ പലപ്പോഴും പിടിച്ചുലച്ചു. ഇന്നലെ 2025 ജൂലൈ 1 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1935 മാർച്ച് 15 അന്നാണ് ലൂസിയാനയിലെ ഫെറിഡെ എന്ന ചെറിയ പട്ടണത്തിൽ ജിമ്മി സ്വാഗട്ട് ജനിച്ചത്. സംഗീതത്തിൽ അഗാധമായ താല്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അമേരിക്കയിലെ പ്രശസ്തമായ റോക്ക് ആൻഡ് റോൾ ഇതിഹാസങ്ങളായ ജെറി ലീ ലൂയിസും മിക്കി ഗില്ലിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിരുന്നു. സംഗീത അഭിരുചി ജിമ്മി സ്വാഗട്ടിനും തൻ്റെ കസിൻസിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. താൻ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പോഴും അതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിയപ്പോഴും ഈ സംഗീത അഭിരുചി അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. 1955 തൻ്റെ 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം മുഴുവൻ സമയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തൻ്റെ നാട്ടിലെ ചെറിയ പള്ളികളിലെ കൂട്ടായ്മകളിലും പിന്നെ റോഡ് സൈഡിൽ നടത്തുന്ന പരസ്യങ്ങളുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗവേദികൾ. ഒരു മൈക്ക്, ഒരു പിയാനോ, പിന്നെ ആവേശമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലെ സ്ഥിരം കാഴ്ചകൾ. തെരുവുകൾ സംഗീതവേദികളായി മാറി. ആ പരസ്യങ്ങൾ നൂറുകണക്കിന് ആളുകളെ, കേൾവിക്കാരെ ആകർഷിച്ചു. തെരുവിലെ ലളിതമായ ആ ശുശ്രൂഷയിൽ നിന്ന് വലിയ തോതിലുള്ള ടെലിവിഷൻ പ്രക്ഷേപണങ്ങളിലേക്ക്, ലൈം ലൈറ്റിലേക്ക് അദ്ദേഹം വളരുമെന്ന് അന്നാരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ദൈവം അദ്ദേഹത്തെ വലിയ കാര്യങ്ങൾക്കായി തിരഞ്ഞെടുത്ത് ആക്കി വെക്കുകയായിരുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാം. 2. ടെലിവിഷൻ ശുശ്രൂഷയുടെ വളർച്ചയും ജിമ്മി സ്വാഗട്ട് മിനിസ്ട്രീസിൻ്റെ ആരംഭവും. 1970-കളോടെയാണ് അമേരിക്കയിൽ ടെലിവിഷനിലൂടെയുള്ള സുവിശേഷ പ്രസംഗങ്ങൾ വ്യാപകമാകുന്നത്. ടെലിവിഷനിലൂടെ പ്രസംഗിക്കാൻ ജിമ്മി സ്വാഗട്ട് ആരംഭിച്ചതും അതേ കാലഘട്ടത്തിലാണ്. ജിമ്മി സ്വാഗട്ട് ടെലിവിഷൻ പ്രസംഗങ്ങൾ ആരംഭിച്ചതും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. ദി ജിമ്മി സ്വാഗട്ട് ടെലികാസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോകമെങ്ങും വലിയ സ്വീകാര്യത ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ തീവ്രമായ പ്രസംഗ ശൈലിയും ഹൃദയസ്പർശിയായ സംഗീതവും ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു. ശുശ്രൂഷ വിശാലമാകുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ജിമ്മി സ്വാഗട്ട് മിനിസ്ട്രീസ് എന്ന ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഇതിന് കീഴിൽ നിരവധി സ്ഥാപനങ്ങൾ പിന്നീട് ഉണ്ടായി. ഇന്നും പലതും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യൻ ടെലിവിഷൻ ചാനൽ, സോൺ ലൈഫ് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക്, SBN എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ഇന്നും ലോകമെമ്പാടും 2 ബില്യണിലധികം പ്രേക്ഷകരിലേക്ക് അവരുടെ പ്രോഗ്രാമുകൾ എത്തുന്നുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. സുവിശേഷ പ്രസംഗങ്ങൾ, ക്രിസ്ത്യൻ സംഗീതം, ബൈബിൾ ക്ലാസ്സുകൾ, ചർച്ചകൾ, ഇങ്ങനെ നിരവധിയായ പ്രോഗ്രാമുകൾ SBNൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലെ 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഫാമിലി വർഷിപ്പ് സെൻ്ററാണ്. ലൂസിയാനയിലെ ബാറ്റൺ റൂജിലുള്ള ഈ സഭയിൽ സീനിയർ പാസ്റ്റർ ആയിരുന്നു ജിമ്മി സ്വാഗട്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും പേരക്കുട്ടിയും ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ആ സഭയിൽ ശുശ്രൂഷയിൽ സജീവമാണ്. 3-ാമത്തേതാണ് ജിമ്മി സ്വാഗട്ട് ബൈബിൾ കോളേജ്. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ഒരു പെന്തക്കോസ്ത് തിയോളജിക്കൽ കോളേജാണിത്. ധാരാളം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചിറങ്ങിയവരായിട്ടുണ്ട്. 4-ാമത് ബൈബിൾ ഔട്ട്റീച്ച്. ദശലക്ഷക്കണക്കിന് ബൈബിളുകളും ക്രിസ്ത്യൻ പ്രസിദ്ധീകരണങ്ങളും പ്രിന്റ് ചെയ്ത് 100-ലധികം രാജ്യങ്ങളിൽ അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കൂടാതെ അദ്ദേഹം 50-ലധികം പുസ്തകങ്ങൾ രചിച്ചു. ഒരു ഗോസ്പൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ 15 ദശലക്ഷത്തിലധികം മ്യൂസിക് റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെതായി വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഗ്രാമി അവാർഡിന് അദ്ദേഹത്തിന് നോമിനേഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളുടെ കോർ ക്രൂശായിരുന്നു. ക്രൂശ് എന്ന സന്ദേശത്തിന് വലിയ പ്രാധാന്യമാണ് അദ്ദേഹം നൽകിയിരുന്നത്. ഇനി 3-ാമതായിട്ട് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെ പിടിച്ചുലച്ച വിവാദങ്ങളിലേക്ക്. ജിമ്മി സ്വാഗട്ടിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെ മാത്രമല്ല വ്യക്തി ജീവിതത്തെയും പിടിച്ചുലച്ച ലൈംഗിക വിവാദങ്ങളായിരുന്നു. 1988 ഒരു സഹ ടെലി ഇവാഞ്ചലിസ്റ്റ് ആയിരുന്ന മാർവിൻ ഗോർമാനാണ് ജിമ്മി സ്വാഗട്ടിനെതിരെ
ഒരു പരസ്ത്രീ ബന്ധം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹം സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ നിയമിച്ച് ജിമ്മി സ്വാഗറ്റിനെ നിരീക്ഷിക്കുകയും ന്യൂ ഓർലൈൻസിലെ ഒരു മോട്ടലിലേക്ക് ഡെബ്ര മർഫി എന്ന ലൈംഗിക തൊഴിലാളിയോടൊപ്പം ജിമ്മി സ്വാഗറ്റ് പ്രവേശിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ 1988 ഫെബ്രുവരി 21 ജിമ്മി സ്വാഗറ്റ് തൻ്റെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീരോടെ പരസ്യമായി തെറ്റുകൾ ഏറ്റുപറഞ്ഞു. ഞാൻ പാപം ചെയ്തു. വിതുമ്പുന്ന ചുണ്ടുകളോടെ അദ്ദേഹം പറഞ്ഞത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ടെലിവിഷൻ പ്രേക്ഷകർ തത്സമയം കണ്ടു. ഈ കുമ്പസാരം ദശലക്ഷങ്ങളെ സ്പർശിച്ചു. ഈ സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ തങ്ങളുടെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നീട് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതോടനുബന്ധമായി പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഈ ഡെബ്ര മർഫി എന്ന സ്ത്രീ പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് താനും ജിമ്മി സ്വാഗറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചു. തങ്ങൾ തമ്മിൽ നിരന്തരം കാണാറുണ്ടായിരുന്നുവെന്നും സ്വാഗറ്റ് തനിക്ക് പണം തരാറുണ്ടായിരുന്നെന്നും അവർ വെളിപ്പെടുത്തി. എന്നാൽ ഒരിക്കൽ പോലും സ്വാഗറ്റുമായി താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. എന്നാൽ വിവാദങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. 1991 ഒക്ടോബർ 11 ജിമ്മി സ്വാഗറ്റ് വീണ്ടും ഒരു ലൈംഗിക തൊഴിലാളിയോടൊപ്പം പിടിയിലായി. കാലിഫോർണിയയിലെ ഇൻഡിയോയിൽ വെച്ച് തെറ്റായ ദിശയിൽ വാഹനം ഓടിക്കുന്നതിനെ തുടർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞു നിർത്തുകയും പരിശോധിക്കുകയും ചെയ്തു. ആ കാറിനകത്ത് റോസ് മേരി ഗാർസിയ എന്ന പേരിലുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരും ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു. എന്നാൽ ആദ്യം ചെയ്തതുപോലെ ഈ സമയത്ത് ജിമ്മി സ്വാഗറ്റ് പരസ്യമായി കുമ്പസരിക്കുന്നതിനൊന്നും തയ്യാറായില്ല. അതോടെ ലോകമെങ്ങുമുള്ള അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ നിരാശയായി. അദ്ദേഹത്തിൻ്റെ മകൻ ഡോണി സ്വാഗറ്റ് പിതാവിനെ താൽക്കാലികമായി ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുന്നതായി പ്രഖ്യാപിച്ചു. ഈ വിവാദങ്ങൾ ജിമ്മി സ്വാഗറ്റിൻ്റെ മിനിസ്ട്രിയെയും സാമ്പത്തികമായി വല്ലാതെ തകർത്തു. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിക്കുള്ള സംഭാവനകളുടെ അളവ് കുത്തനെ കുറഞ്ഞു. നിരവധി ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെ ബൈബിൾ കോളേജിൽ നിന്നൊക്കെ വിട്ടുപോവുകയും ചെയ്തു. നാലാമതായി ഈ മിനിസ്ട്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വ്യക്തിപരമായ ഈ ലൈംഗിക വിവാദങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ജിമ്മി സ്വാഗറ്റ് മിനിസ്ട്രി ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഡോണി സ്വാഗറ്റ് പരക്കെ അംഗീകാരമുള്ള ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഗബ്രിയൽ സ്വാഗറ്റ് ഇപ്പോൾ ശുശ്രൂഷയിൽ സജീവമാണ്. സോൺ ലൈഫ് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് SBN ഇപ്പോഴും 24 മണിക്കൂറും സുവിശേഷ പ്രസംഗങ്ങൾ, സംഗീതം, ബൈബിൾ പഠിപ്പിക്കലുകൾ എന്നിവയെല്ലാം ലോകമെമ്പാടും എത്തിക്കുന്നുമുണ്ട്. ജിമ്മി സ്വാഗറ്റ് തൻ്റെ 90-ാം വയസ്സിൽ 2025 ജൂൺ പകുതിയോടെ ഒരു ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിലായി. വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകനും കൊച്ചുമകനും കൂടെ CPR നൽകുകയും ഹൃദയമിടിപ്പ് വീണ്ടെടുക്കുവാൻ ഒരു പരിധിവരെ അവർക്ക് സാധിക്കുകയും ചെയ്തു. എന്നാലും ദീർഘദിവസങ്ങൾ അദ്ദേഹം ICUവിൽ കഴിയേണ്ടി വന്നു. മകൻ ഡോണി സ്വാഗറ്റ് പിതാവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഒരത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം കുറവായിരിക്കും. ആ പ്രവചനം സത്യമായി. 2025 ജൂലൈ 1 തൻ്റെ 90-ാം വയസ്സിൽ ജിമ്മി സ്വാഗറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സുവിശേഷകൻ ജിമ്മി സ്വാഗറ്റ് അമേരിക്കൻ ടെലിവാഞ്ചലിസം ചരിത്രത്തിലെ ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു, ഒരു ഇതിഹാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വൈഭവവും സംഗീതവും ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു. വ്യക്തിപരമായി ഉണ്ടായ വീഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ കളങ്കം ചാർത്തി എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹം ആരംഭിച്ച ശുശ്രൂഷകൾ ഇപ്പോഴും മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്. ഏത് സമയത്തും മനുഷ്യന് വീഴ്ചകൾ ഉണ്ടാകാം. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ ജീവിതം ശുശ്രൂഷയും കളങ്കരഹിതമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയും ക്ഷമയും എപ്പോഴും ലഭ്യമാണ് എന്ന യാഥാർത്ഥ്യവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജിമ്മി സ്വാഗറ്റിൻ്റെ ജീവിതം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള
ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.